ഹായ് ഹലോ, എൻ്റെ പേര് ഹഫ്സീന. ഞാനിവിടെ കൊണ്ടോട്ടി പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, റെൻറ്റിനാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ആയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. 2 മക്കളുണ്ട്. എൻ്റെ വീട് കൊയിലാണ്ടിയാണ്. എന്നെ കല്യാണം കഴിച്ചത് താന്നൂരാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. 2 മക്കളാണ്. മൂത്ത മോന് 14 വയസ്സായി, അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആൾ മോളാണ്, മോൾക്ക് 3 വയസ്സ്. പിന്നെ LKG ഒന്നും പോകാനായിട്ടില്ല, അംഗനവാടിയിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞു വിടണമെന്നുണ്ട്. പിന്നെ ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്, 16 ഫാമിലി താമസിക്കുന്ന ഒരു ഫാമിലി അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ തൊട്ടടുത്ത് പള്ളി, മദ്രസ, സ്കൂള് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. റെൻ്റ് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് തന്ന റൂമിൽ 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചണ്, ഒരു സിറ്റ് ഔട്ട്, ഒരു ബാത്റൂം, ഇത്രയും സൗകര്യങ്ങളാണുള്ളത്. പിന്നെ അവിടുത്തെ സൗകര്യങ്ങൾ ഇത് ഹാളാണ്. ഇത് ഞാൻ വാങ്ങിച്ചൊരു മെഷീനായിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം ഈ പഴയ മെഷീനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ ശരിക്കും അങ്ങോട്ട് സ്റ്റിച്ചൊന്നും ഇതാവാത്ത കാരണം ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് പുതിയതൊരെണ്ണം വാങ്ങിച്ചാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടേബിളാണ്. ഇത് ഇവിടെ ഒരു വാഷ് ബേസ്, പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം. ഇത് ഹാളിന്ന് 2 റൂമിൻ്റെ സെൻട്രലായിട്ട് ഒരു ബാത്റൂമുണ്ട്. ഇതാണ് ഫസ്റ്റ് റൂം. ഇവിടെ വാർഡ്രോബോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അലക്കി കഴിഞ്ഞാൽ, ഇപ്പം വെയിലില്ലാത്ത കാരണം അലക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഇടുക. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഉണങ്ങാത്ത കാരണം ഈ കട്ടിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ഇവിടുന്ന് ശരിക്കും ഫാനിട്ട് ഉണക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെക്കാറാണ് പതിവ്. പിന്നെ ഒന്നും ശരിക്കും അങ്ങോട്ട് എടുത്ത് വെക്കാനൊരിതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഇവിടെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അരി ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചാണ്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ ആദ്യം എൻ്റെ ഉമ്മ എനിക്ക് തന്നൊരു മെഷീനായിരുന്നു. അത് ഓട്ടോമാറ്റിക് അല്ല, നമ്മളിങ്ങനെ ഇതായിട്ട് എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ ഇറങ്ങി കയറി ഇങ്ങനെ ഇതായി കളിക്കുന്നതുകൊണ്ട് പിന്നെ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വേറൊരു മെഷീൻ വാങ്ങിച്ചാണ്. പിന്നെ ക്യാഷ് എങ്ങനെയായി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. അതെൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ സ്വർണ്ണം ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ശരിക്കും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഉള്ള പൈസ എന്തെങ്കിലും ചിലവാക്കിയിട്ട് നമ്മളെ ജീവിതം മെച്ചപ്പെടുത്താനാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. നമ്മളിവിടെ താമസിച്ചിട്ട് 5 വർഷമായി. പിന്നെ അങ്ങനെ ചെയ്താണ്. ഇപ്പോൾ സ്വർണ്ണമായിട്ട് എൻ്റെ ഒന്നുമില്ല, ഒരു ഒന്നുപോലും ഇല്ല, എല്ലാം പോയി. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വിധി ഉണ്ടെങ്കിൽ പിന്നീട് ഇടാലോ. ഇപ്പോൾ അങ്ങനെ മക്കളൊത്ത് ഉള്ളതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. ഇതാണ് ഒരു റൂം. പിന്നെ സെക്കൻഡ് റൂം ഇതാണ്. മോള് ഇവിടെയൊക്കെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ മോള് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. ഇവിടെ TV കണ്ടിട്ട് ഊഞ്ഞാലാടും. മുപ്പരാളുടെ സ്ഥിരം ഒരു ഹോബിയാണ്. പിന്നെ ഇതൊരു റാക്കാണ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളെല്ലാവരും കിടക്കുന്ന പിന്നെ ബെഡ്റൂം. ഇതാണ്. മോൻ ഇവിടെ കിടക്കും, ഞാനും മോൾ ഇവിടെ കിടക്കും. അങ്ങനെയാണ് കിടക്കാറ്. പിന്നെ ഇതും ഞാൻ പറഞ്ഞ പോലെ അതിൽ പെട്ട തന്നെയാണ് ഈ ഫ്രിഡ്ജ്. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കിച്ചണാണ്. ഇവിടെ അലങ്കോലായി കിടക്കുന്നുണ്ട് ആകെ. പിന്നെ തലവേദനിച്ചിട്ട് അവിടെ കിടക്കുകയായിരുന്നു, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് കിച്ചൺ, ചെറിയൊരു കിച്ചൺ ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും റൂം വേണമെങ്കിൽ ഇവിടെ പിന്നെ റൂം ഒഴിവുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ ചോദിക്കാം കേട്ടോ. പിന്നെ 6000 രൂപയാണ് റെൻറ്റ് വരുന്നത്, അഡ്വാൻസ് ഒന്നുമില്ല. പിന്നെ ഇതാണ് ബാക്കിൽ നമ്മുടെ മുറ്റം വരുന്നത്. ഇതാണ്. പിന്നെ ഞങ്ങൾ 5 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണ്. ഇവിടെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഏരിയ ആണ്. അങ്ങനത്തെ ഒരു പുറത്തൊന്നും നമുക്ക് ഒറ്റയ്ക്കും താമസിച്ചാലും ഒരു പ്രശ്നമൊന്നും വരാത്തൊരു ഏരിയയാണ്. ഇതാണ് ഫ്രണ്ടിലെ വ്യൂ. ഇതാണ് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇതാണ്
പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടുവാണെങ്കിൽ ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലിങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു എന്താ പറയുക, കുറേ ആയി വിചാരിക്കുന്നു ഒരു ചെറിയ ചാനൽ എങ്ങാനും തുടങ്ങിയാലോ, പിന്നെ ഒരു ഉപകാരമാവുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ വെച്ചാൽ നമ്മളിങ്ങനെ ഈ വീടില്ലാത്ത വിഷമം ഇങ്ങനെ ആലോചിച്ച് പിന്നെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ, എന്താ പറയുക, ഒരു ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് പിന്നെ എന്തോ ഒരു ചമ്മൽ പോലെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം വീഡിയോ ഇടാൻ. അതങ്ങ് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനേക്കാൾ ഭേദമുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒന്ന് ഇട്ട് നോക്കിയാലോ വീഡിയോ. നമ്മളെ ഈ ഒരു കഴിവിൽ പരമാവധി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് എൻ്റെ മോളെ പേര് സഹ്ലിയ എന്നാണ്. അവൾ പെന്ന് ചോദിച്ചിട്ട് വാശി പിടിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ അവൾക്ക് എപ്പോഴും എഴുതാനാണ് ഇഷ്ടം. അവൾ എപ്പോഴും പെന്ന് ചോദിക്കും. കാക്ക വന്നു കഴിഞ്ഞാൽ കാക്കാൻ്റെ ബാഗിൽ പോയിട്ട് പെന്നെടുത്തിട്ട് എഴുതും. ഇതൊക്കെയാണ് അവളെ പണി. പിന്നെ ഹായ് പറ പത്തു, ഹായ് പറ, ഹായ് പറ, ഹായ് പറയുമോ? നേരെ നിന്നിട്ട് ഹായ് പറ. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇവിടെ വരാനും പോവാനൊക്കെ നല്ല സൗകര്യമാണ്. വണ്ടി നമ്മുടെ സിറ്റ് ഔട്ട് വരെ വരുന്നത് കൊണ്ടും പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ വേറെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ മോൻ വന്നു കഴിഞ്ഞാലാണ് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ.